നമുക്ക് ഇഷ്ടമുള്ള എടുക്കാം. എടുക്കുന്നു, ആൾ വന്നിരിക്കുന്നു. എന്താ പ്രശ്നം? പനി. എത്ര ദിവസമായി? 4 ദിവസമായി. പെട്ടെന്ന് ഒരു ബ്ലഡ് ടെസ്റ്റ് ഇടുക, ആൾ ഒഴിവാക്കാം. അടുത്ത ആൾ വരും. എന്താ പ്രശ്നം? ഒഴിവാക്കാം. ഇതിനുള്ള നേരമേ ഉള്ളൂ. ഇതിനുള്ള നേരമേ ഉള്ളൂ. അത്രയധികം രോഗികൾ എവിടെയുണ്ട്? ഈ കൊച്ചു കേരളത്തിലുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വിദ്യാസമ്പന്നരായ ആൾക്കാർ എവിടെയാണെന്നറിയോ? എവിടെയാണെന്നറിയോ? കേരളത്തിലാ. ഏറ്റവും വിദ്യാസമ്പന്നരായിട്ടുള്ള, ഏറ്റവും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, അത്യാവശ്യം നല്ല ജീവിത രീതി, നല്ല ജീവിത ശൈലിയും ഫോളോ ചെയ്യുന്ന ആൾക്കാർ എവിടെയുള്ള? കേരളത്തിലുള്ള. ഏറ്റവും കൂടുതൽ രോഗികൾ ഇന്ത്യയിൽ എവിടെയുള്ളതെന്ന് അറിയോ? കേരളത്തിൽ. ഏറ്റവും കൂടുതൽ ഡയബറ്റീസ് പേഷ്യൻസ് ഉള്ള സ്ഥലം എവിടെയാണെന്നറിയോ? കേരളത്തിൽ. ഇത്രയധികം രോഗങ്ങള്, ഇത്രയധികം പ്രശ്നങ്ങൾ നമുക്ക് തന്നെയാണ് വരുന്നത്. അത് എന്തുകൊണ്ടാണ്? അത് എങ്ങനെ നമുക്ക് ഒഴിവാക്കാം? അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഇതൊക്കെയാണ് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് ഞാൻ പറയുമ്പോ ഞാൻ വേറൊരു കഥയും കൂടി പറയാം. സ്വീഡൻ എന്ന് പറഞ്ഞ രാജ്യം സന്ദർശിക്കാനിടയുണ്ട്. യൂറോപ്പിലുള്ള ഒരു രാജ്യമാണ്. അവിടെ ഞാനൊരു ആശുപത്രി കണ്ടു. അവിടെ 3 നില കെട്ടിടമാണ് ഒരു ആശുപത്രി. ആ മൊത്തം കെട്ടിടത്തിന് ഒരു ഡോക്ടർ, ആ ഓരോ നിലയിൽ ഒരു നേഴ്സ്. ഒരു ദിവസം ആ ഡോക്ടറിന് 4 പേഷ്യൻസ്. ഇന്ന് എനിക്ക് ഡോക്ടറിനെ കാണണമെന്നുണ്ടെങ്കിൽ 4ാമത്തെ ദിവസം എനിക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടുള്ളൂ. എന്നാലും 4 16 പേഷ്യൻസ് 4 ദിവസം കൊണ്ട് ആ മൊത്തം കെട്ടിടത്തില് ഒരു ഡോക്ടർ എടുത്ത് വരുന്നുള്ളൂ. ഇവിടെ ഒരു ഡോക്ടർ എടുത്ത് എത്രയാ? 300. അപ്പൊ നിങ്ങൾ പറയും അവിടെ ജനസംഖ്യ കുറവാ, ഇവിടെ ജനസംഖ്യ കൂടുതലാ, അല്ലേ? അവിടെ ജനസംഖ്യ കുറവാ, സ്വീഡനിൽ ജനസംഖ്യ കുറവാ. പക്ഷെ നിങ്ങൾ ഇന്ത്യയായിട്ട് കമ്പയർ ചെയ്യണ്ട, കേരളമായിട്ട് കമ്പയർ ചെയ്താൽ മതി. ഓക്കെ, കേരളമായിട്ട് കമ്പയർ ചെയ്യാം. ഓക്കെ ആണല്ലോ? കേരളമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓക്കെ, രണ്ടും ഒരേപോലെ ബാലൻസ് ചെയ്യാം. ജനസംഖ്യയുടെ കാര്യത്തിൽ ഏകദേശം ഒരേപോലെയാണ്, പക്ഷെ അവിടെ രോഗികളുടെ എണ്ണം കുറവാണ്. അത് എന്താ എന്നാണ് ഞാൻ അന്വേഷിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ അതാണ് റിസർച്ച് ചെയ്തത്. അങ്ങനെ അത് റിസർച്ച് ചെയ്തപ്പോഴാണ് കുറെ കാര്യങ്ങൾ നമ്മുടെ ജീവിത രീതി, നമ്മുടെ ജീവിത ശൈലിയിൽ കുറച്ച് വ്യത്യാസം വരുത്താനുണ്ട് എന്നുള്ള ഒരു ബോധം എനിക്ക് വന്നത്. അപ്പൊ അങ്ങനെ ഒരു റിസർച്ചിന്റെ ഭാഗമായിട്ട് നടത്തിയ കുറച്ച് കാര്യങ്ങൾ, അതിന് എങ്ങനെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ മാറ്റണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാനൊരു PPT സഹായത്തിലായിരിക്കും ഞാൻ